മഞ്ഞുളക്കുരുവി എന്ന് പറയുന്ന പാട്ട് ഇസ് ഫ്രം 1983 ആൻഡ് ഇറ്റ് വാസ് എക്സ്ട്രീംലി മെലോഡിയസ്. അപ്പോൾ എവിടെ നിന്നായിരുന്നു അതിൻ്റെ ഒരു റെഫറൻസ്? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പറഞ്ഞ പോലെ ലൈവ്ലി ഹിറ്റ്സ് ചെയ്യുന്ന ഗോപിസുന്ദർ അതിൽ നിന്ന് മാറി ഒരു മെലഡി നൽകിയപ്പോൾ അത് എവിടെ നിന്നായിരുന്നു അതിൻ്റെ ഒരു? എനിക്ക് എസ്പെഷ്യലി മെലഡീസിന് എല്ലാവരെയും പോലെ തന്നെ എനിക്ക് മെലഡീസ് തന്നെയാണ് താല്പര്യം. പക്ഷേ എനിക്ക് മെലഡി ചെയ്യാനാണ് ഏറ്റവും കംഫർട്ടബിളും. ഇറ്റ്സ് ലൈക്ക് മലയാളികൾ ഒരിക്കലും ഒരു ഫാസ്റ്റ് നമ്പർ ചെയ്ത് ഹിറ്റാക്കാനാണ് ഏറ്റവും പണി. എന്താ വെച്ചാൽ എല്ലാവർക്കും മെലഡി സോങ് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഫാസ്റ്റ് നമ്പറിലും അവരെ അട്രാക്ട് ചെയ്യിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ മാറിയിട്ട് 1983 എന്ന് പറഞ്ഞൊരു കഥ വരുമ്പം അതിൽ ഇങ്ങനെ 1983 കാലഘട്ടത്തിലുള്ള ഒരു പാട്ട് വേണം. അന്നത്തെ കൊണ്ട് അവൻ്റെ ആ ഹീറോയിൻ്റെ സ്കൂൾ ജീവിതം, സ്കൂൾ ലൈഫിലുണ്ടായിരുന്ന ഒരു പ്രണയം, ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഡീറ്റെയിലിംഗ് പറയുന്ന ഒരു സ്റ്റോറിയാണത്. അപ്പോൾ ആ കാലഘട്ടത്തിലൊരു പാട്ടായിരിക്കും. അപ്പം 1983 കാലയളവിലൊക്കെ ആ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് എന്നും മലയാളികൾക്ക് പരിചിതമായിട്ടുള്ള ശബ്ദങ്ങളുണ്ട്. അതായത് പി ജയചന്ദ്രൻ സാറിൻ്റെയും വാണി ജയറാമിൻ്റെയൊക്കെ വോയിസ്. ആ ഒരു കാലഘട്ടം പെട്ടെന്ന് കൊണ്ടുവരണമെങ്കിൽ ഈ പറഞ്ഞ സിംഗേഴ്സ് തന്നെ പാടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. അഞ്ചാം ക്ലാസ് ബി ഡിവിഷനിൽ പഠിച്ചിരുന്ന മഞ്ജുള ശശിധരൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും ഒരു മഴവില്ലിൻ്റെ തുണ്ടൊടിഞ്ഞു വീഴുന്നത് പോലെയായിരുന്നു. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. നറുചിരി നാലുമണി പൂവ് പോൽ വിരിഞ്ഞു, ചെറുപക്ഷി തട്ടു നീട്ടി വൻതടുത്തു നിന്നുവോ മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും സെയിം ടൈം ഇപ്പം ഫാസ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് മെലഡീസ് അപ്ലൈ ചെയ്യാറുണ്ട്. പറഞ്ഞ പോലെ മോസ്റ്റ് ഡിഫിക്കൽട്ട് കമ്പോസിഷൻ എന്നൊക്കെ പറഞ്ഞ വരെയുള്ള ചില മെലഡീസൊക്കെയാണ് കുട്ടികളൊക്കെ വളരെ ഈസി ആയിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫാസ്റ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞല്ലോ, പീപ്പിൾ തിങ്ക് ലൈക്ക് ഡൂയിങ് എ ഫാസ്റ്റ് നമ്പർ ഈസ് ഈസി. ആക്ച്വലി ഡൂയിങ് എ ഫാസ്റ്റ് നമ്പർ ഇസ് മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്. ദാറ്റ് ഈസ് ലൈക്ക് യുനോ da 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 da. വെറുതെ പാടിക്കഴിഞ്ഞാൽ വെറുതെ ഒരാളോട് പാടാൻ പറഞ്ഞാൽ പാടാൻ പറ്റില്ല. കാര്യം എല്ലാം ജമ്പിങ് നോട്ട്സ് ആണ്. അതിൻ്റെ ലിറിക്സും കൂടി വരുമ്പോഴാണ് അത് ജനങ്ങളിലോട്ട് എത്തുന്നത് എനിക്ക് തോന്നുന്നു. അതായത് ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കമ്പോസിഷനാണ് അത്. ഇറ്റ്സ് നോട്ട് ഈസി. ഒരു പാട്ടുകാരനെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ചോദിക്കും ഇത് ഏതാ നോട്ട്, ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്ന രീതിയിൽ അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഫാസ്റ്റ് നമ്പർ സോങ് ആണ്. അത് ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു നോട്ട്സ് എങ്ങനെ ഈസി ആയിട്ട് ആളുകൾ പാടും എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ പപ്പ പറയണം വേണ്ടപ്പ ഈസി ആയിട്ട് ആളുകൾ പാടി. അപ്പം നോട്ട്സോ ഡിഫിക്കൽറ്റിയോ അതൊന്നും അല്ല കാര്യം. ഒരു മെലഡിയുടെ അംശം ഉണ്ടായാൽ മതി. ഡെഫിനറ്റ്ലി പീപ്പിൾ വിൽ ഹം ഇറ്റ് ബാക്ക്. Johnny money Johnny, you are my cunning money. Coming to another song which you sang, alle oru Sufi song, Rasulullah ennu parnja paattu. Rasulullah is in Salala Mobiles പാട്ടാണ്. സോ അത് ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ പാടി അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഫൺ. ലൈക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ട്. സോ അപ്പം എൻ്റെ ശരത് മോഹൻ ഡയറക്ടർ എൻ്റെ വളരെ ഒരു ബദറിനെ പോലെയാണ് അദ്ദേഹം. സോ അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ സജസ്റ്റ് ചെയ്തപ്പോൾ ഐ സെഡ് ഓക്കെ ഫൈൻ ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പം അങ്ങനെ വന്നപ്പം നമ്മൾ പാടി അങ്ങനെ അഭിനയിക്കുക എന്ന് പറയാൻ പറ്റില്ല. എന്താ പറയുക, ഉദയനാരായണത്തിൽ മോഹൻലാൽ പറഞ്ഞാൽ ബിഹേവിങ് എന്നൊക്കെ
It was fun. അപ്പൊ അതിന്റെ ഒരു 2 വരി ഒന്ന് പാടാമോ? നീലനിലാവിൻ മാളികമേലെ മാമഴവില്ലിൻ മാമഴനൂലെ ഊയലിലാടും പൂമയിലാലെ നിറകതിരഴകൊളിയായി ഷാബി മൊഹബ്ബത്തിൽ ഉണർന്നു മലർവനി മുഹമ്മദ് റസൂൽ വരും വഴി മനസ്സിലെ അതൃപ്പമൊരുക്കി നീ നബിയേ ഇഹം പരം പൊരുൾ റഹീമല്ലാ So let's come to your latest venture, music company, Gopi Sundar Music Company. That's what it's called. Right. Why? എന്തിനൊരു മ്യൂസിക് കമ്പനി? ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിന് ചെറിയ രീതിയിൽ ചെയ്യുന്ന പടങ്ങൾക്ക് കൂടി നമുക്ക് മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അല്ലാണ്ട് ഇപ്പം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ബിഗ് സ്ട്രീം പ്രൊഡ്യൂസേഴ്സിനോട് നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ മാത്രം പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. എന്ന് പറഞ്ഞാൽ അവർ വലിയ വലിയ പടങ്ങൾ മാത്രം നമ്മൾ ചെയ്യുന്നു. അങ്ങനെ പോകുന്നേക്കാൾ എനിക്ക് കൂടുതൽ താല്പര്യം പുതിയതായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ കൂടുതലായിട്ട് പുതിയതായിട്ട് നമ്മുടെ ഫീൽഡിലോട്ട് വരുന്നുണ്ട്. അവർക്ക് ഒരു പക്ഷേ നമ്മളെയൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നമ്മളെയൊക്കെ ഒരുപാട് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഐഡിയാസ് അവരുടെ കയ്യിലുണ്ടാവും. പക്ഷേ അവർ നമ്മൾ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നൊരു വലിയൊരു ഓർക്കസ്ട്ര ടീമും നമ്മളൊരു ഫുൾ ടീമും മെമ്പേഴ്സിനും അവർക്ക് അഫോർഡബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് മാത്രം നമ്മൾ അവർക്കൊരു ചെറിയ ബഡ്ജറ്റ് ഉണ്ടാവും ഒരു മ്യൂസിക് ചെയ്യാനായിട്ട്. അത് നമ്മൾ ആ ചെറിയ സിനിമയുടെ ബഡ്ജറ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ സ്വന്തമായിട്ട് എൻ്റെ സ്വന്തം ചിലവിൽ അതിലെ പാട്ടുകളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയും ആ പാട്ടിൻ്റെ റൈറ്റ്സ് മാത്രം നമ്മൾ കീപ്പപ്പ് ചെയ്യാനുണ്ടാകും. സോ അതുകൊണ്ട് എന്താ ഗുണം ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിബഡി ഹൂ കംസ് ടു ന്യൂ ദേ ക്യാൻ ഈസിലി കം ടു മീ ആൻഡ് ദേ ക്യാൻ സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് മീ. പാട്ടുകളെല്ലാം നമ്മൾ അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഗോപി സുന്ദർ എന്ന് ഞാൻ ഗൂഗിളിൽ അടിച്ചപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ സെർച്ച് റിസൾട്ട് ഇസ് ഗോപി സുന്ദർ കോപ്പി ക്യാറ്റ്. It's probably very associated with you. And you're extremely talented. Okay. So 1 or 2 songs, ഞാൻ എല്ലാ പാട്ടുകളും പറയുന്നില്ല, 1 or 2 songs കണ്ണിന് നിയമ നീളെ എന്നൊക്കെ പറയുന്ന പാട്ടുകൾ ഒരുപാട് സിമിലാരിറ്റി ആണ് to the whatever Arabic song or whichever song it was. Why? Because I like that song. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് വേറെ ആളിട്ട് കാണുമ്പോൾ നമുക്ക് ആ ഡ്രസ്സ് ഇടാൻ കൊതിയാവില്ലേ? അതുപോലാണ് ഒരു പാട്ട്. അതെ, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ജസ്റ്റ് ഈ ലവ് ടു ലിസൺ ടു ഇറ്റ്. നമ്മളൊരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പാട്ടിൻ്റെ നല്ല വശങ്ങളെടുത്ത് ആ പാട്ട് ഒരുപാട് ഇഷ്ടമല്ല, ലവിങ് ആണ് ആ പാട്ടിന്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കേട്ടൊരു പാട്ടാണ്. അതിൻ്റെ ഒരു ലവബിളായിട്ട് ആ പാട്ടിനെ എടുത്തിട്ട് നമ്മളുടെ രീതിയിൽ അത് മാറ്റി അതിനെ വേറൊരു ലെവൽ ഓഫ് പ്രൊഡക്ഷനിലോട്ട് തന്നെ എത്തിച്ച് അതിനെ നല്ല രീതിയിൽ സിനിമയിൽ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ്സ് കോൾഡ് ലവിങ്, ഇറ്റ്സ് നോട്ട് കോപ്പിങ്. That is what you would say. Yeah. But I would call it lifting because it's exactly the same thing. എന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ പറഞ്ഞില്ല എല്ലാ പാട്ടുകളല്ല, ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇരുന്ന യൂട്യൂബ് വീഡിയോസ് കണ്ട ആളാണ്. പക്ഷെ ചില പാട്ടുകൾ 1 or 2 പാട്ടുകൾ എനിക്ക് എക്സാക്ട്ലി അത് തോന്നി. ആൻഡ് ബിക്കോസ് ഈ പറഞ്ഞ പോലെ യു ആർ സച്ച് എ ടാലന്റഡ് പേഴ്സൺ ആൻഡ് യു ഹാവ് ഗിവൺ us so many original hits. എന്തിനാ അത് ചെയ്തു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അത് അവിടെ വരുന്നുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ എൻ്റെ ഒറിജിനൽ കമ്പോസിഷൻ ഇൻട്രസ്റ്റ് കേട്ടാൽ മതി. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഇപ്പം നമ്മളൊരു കർണാടകയിലൊരു രാഗം എടുത്തു, ഒരു കർണാടകയിലൊരു സ്ത്രീ പാടിക്കൊണ്ടിരിക്കുകയാണ്, പാടി. ഇതുപോലെ 1000 ഫ്രേസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു കമ്പോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും ഒരു പാട്ട് ഈ രാഗത്തിൽ വരുമ്പോൾ നമുക്ക് തോന്നും അയ്യോ അന്ന് ഒരു കച്ചേരിയിൽ കേട്ട ഒരു ഫ്രേസ് അല്ലേ ഇത്. ബിക്കോസ് ആ രാഗത്തിൻ്റെ ഭാവം അതാണ്. ഇപ്പം ഞാൻ പാടിയത് ഒരു രാഗത്തിൻ്റെ എക്സ്പ്രഷനാണ്. ഓക്കെ, ദാറ്റ് ഡസൻ മീൻ ദാറ്റ് എനി കമ്പോസർ കോപ്പീഡ് ദാറ്റ്. ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ. ആ കമ്പോസ് പൂമാലെ വാങ്ങി വന്നാൽ അതൊരു രാഗത്തിൻ്റെ എക്സ്പ്രഷനാണ്. അതുപോലെ പല പാട്ടുകളുണ്ട്. അപ്പോൾ അത് ഒരാൾ കച്ചേരിയിൽ പാടുമ്പോൾ നമ്മൾ പല പാട്ടുകളുടെ ഛായകൾ നമുക്ക് തോന്നും. കാര്യം ആ രാഗത്തിൻ്റെ ഭാവം അതാണ്. സോ അങ്ങനെ പല പല രീതിയിലുള്ള നമുക്കതിന് തോന്നാറുണ്ട്. അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ലിഫ്റ്റ് ചെയ്ത് തന്നെ പറയണം. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. അല്ലാണ്ട് അതൊരു മഹാഭാവമാണ് അങ്ങനെയല്ല. അതിനെ എടുത്തിട്ട് അതിന് നേരൊരു
തലത്തിലോട്ട് അതിനെ എത്തിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഒരു പക്ഷേ ആ ഒറിജിനൽ സോങ് കേൾക്കുന്നതിനേക്കാൾ അതിനെപ്പറ്റി ഒരു അറിവില്ലാത്തവരൊക്കെ ആ പാട്ട് വീണ്ടും കേൾക്കുന്നില്ലേ. ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ ഒരു അട്രാക്റ്റീവ് പോയിന്റ് എന്തെങ്കിലും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ചില പടങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ 4 മഹത്തരമായ കമ്പോസിഷൻ നമ്മൾ കൊടുത്തു, ആരും കേൾക്കാനുണ്ടാവില്ല. അതേസമയം ആ 4 മഹത്തരമായ കമ്പോസിഷൻ്റെ ആ ആൽബത്തിൽ ഒരൊറ്റ കോപ്പീഡ് സോങ് ഉണ്ടെന്ന് പറഞ്ഞു നോക്കി, എവരിബഡി വിൽ സ്റ്റാർട്ട് അതേതാ പാട്ട്, അതറിയണമല്ലോ, അതേതാ പാട്ട്, അതിൻ്റെ ഒപ്പം അതിനൊപ്പം ബാക്കിയുള്ള പാട്ടും കൂടി കേൾക്കാം, അതിലെന്തെങ്കിലും കോപ്പി അടിച്ചിട്ടുണ്ടോ നോക്കാമല്ലോ. സോ ഡെഫിനറ്റ്ലി ആ പാട്ട് ക്ലിക്ക് ആവും. സോ എവറി പേഴ്സൺസ് 1 click makes money.